പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഇറാൻ. മുസ്തഫ മരിച്ചുവെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെയാണ് ഇറാൻ അർദ്ധ സർക്കാർ മാധ്യമം ഖമനേയി ആരോഗ്യവാനായി തുടരുന്നുവെന്ന തരത്തിൽ ഉള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു കൂട്ടം ആളുകളും മുസ്തഫയ്ക്കൊപ്പം ഉള്ളതായി ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വി വിനോദാണ് ചേരുന്നത്. വിനോദ്, മുസ്തഫ മരണപ്പെട്ടു എന്ന തരത്തിൽ വ്യാപകമായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. മുസ്തഫ മരണശയ്യയിൽ ആണ് എന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ. ഇതിലിപ്പോൾ അത്ര ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അയത്തുള്ള ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുത്തിരുന്നില്ല മുസ്തഫ എന്നതുകൂടി ചേർത്ത് വെക്കണമല്ലോ വിനോദ്. അഭിലാഷ്, മുസ്തഫ ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ മാധ്യമമായ മെഹർ ന്യൂസ് ഏജൻസിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത്. 20 സെക്കൻഡ് ദൈർഘ്യമുള്ളതാണ് ദൃശ്യങ്ങൾ. മുസ്തഫയ്ക്ക് പുറമെ അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തോടൊപ്പമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മതപഠന ക്ലാസ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ദൃശ്യങ്ങൾ. പക്ഷേ എവിടെയാണിത് ചിത്രീകരിച്ചത്, മുസ്തഫ എവിടെയാണുള്ളത് എന്നത് സംബന്ധിച്ചൊന്നും തന്നെ വിശദീകരണമില്ല. അതേസമയം മുസ്തഫ മരിച്ചു എന്ന ഇസ്രായേലിൻ്റെ അവകാശവാദം അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ ഈ ദൃശ്യങ്ങൾ. എന്നാൽ ഇസ്രായേൽ അതോടൊപ്പം തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോഴത്തെ ഈ ദൃശ്യത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് AI ദൃശ്യമാണോ എന്ന തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ അവർ ഉയർത്തുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇതുവരെ മുസ്തഫ മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണവും ഒരു കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. മുസ്തഫ നേരത്തെ തന്നെ റഷ്യയിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴും റഷ്യയിൽ തുടരുന്നുണ്ട്. അവിടെ ചിത്രീകരിച്ചതാണ് ഈ ദൃശ്യങ്ങൾ എന്ന തരത്തിലുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല മുസ്തഫയുടേതായി വാർത്താക്കുറിപ്പുകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. നേരത്തെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഈ ധാരണ ചർച്ചകൾ നടക്കുമ്പോൾ, സമാധാന കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചില നേതാക്കളെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആദ്യം ഇസ്ലാമാബാദിലും പിന്നീട് സ്വിറ്റ്സർലാൻഡിലുമൊക്കെ തന്നെ ചർച്ചകൾ നടക്കുമ്പോൾ പെസഷ്കിയാനും അതോടൊപ്പം തന്നെ അബ്ബാസ് അരക്ചിയുമൊക്കെ അവരുടേതായ വഖാഫിയുമൊക്കെ അവരുടേതായ രീതിയിൽ ചില പ്രസ്താവനകൾ നടത്തുകയും ഭിന്നതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ മുസ്തഫയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ തന്നെ വാർത്താക്കുറിപ്പുകളും പ്രഖ്യാപനങ്ങളും പുറത്തു വരികയും ഇറാനിലെ ജനതയെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ മുസ്തഫയുടേതായി വരികയും ചെയ്തു. IRGCയുടെ പൂർണ്ണ നിയന്ത്രണം മുസ്തഫയുടെ കീഴിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അയത്തുള്ള ഖമനേയിയുടെ സംസ്കാരത്തിന് ശേഷമാണ് മുസ്തഫയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ പുറത്തു വന്നത്. ഈ സംസ്കാര ചടങ്ങിൽ മുസ്തഫ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ റഷ്യയിലിരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, പരിപൂർണമായി ഇറാൻ്റെ നിലപാടുകൾ സ്വീകരിക്കുന്നത് മുസ്തഫയാണ് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നു. ഇപ്പോൾ പോലും ഹോർമൂസുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒമാൻ തീരത്തു കൂടി സമാന്തര പാത എന്ന ഒരു ആവശ്യത്തിൽ ഇറാൻ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ പരമ്പരാഗത പാതയുണ്ട്, അതിൻ്റെ അവകാശം പൂർണ്ണമായി ഇറാന് വേണമെന്ന നിലപാടിൽ രാജ്യം ഉറച്ചു നിൽക്കുകയാണ്. അതിലും മുസ്തഫയുടെ നിലപാടുകൾ തന്നെയാണ് നിർണായകമാകുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒമാനുമായി അങ്ങനെ ഒരു പാത തുറക്കുമ്പോൾ ഇറാഖിൽ നിന്ന് ഉൾപ്പെടെയുള്ള എണ്ണ അതുവഴി കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇറാനുമായി സഖ്യം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാഖ്. അമേരിക്കയുടെ ചിരവൈരിയാണ്. അമേരിക്കൻ ആക്രമണമൊക്കെ നേരത്തെ നടന്നിട്ടുള്ള രാജ്യമാണ്. സൗദിയുമായി ഇടയ്ക്ക് ഇറാഖ് സംഘർഷത്തിലേർപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് അമേരിക്കയാണ് അടിസ്ഥാനമായത്. അമേരിക്കയും സൗദിയുമായി ചേർന്ന് ഇറാഖിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് കാരണമായത് ഇറാനിലെ ചില സായുധ ഗ്രൂപ്പുകൾ ഇറാഖിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവർ സൗദിക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും നേരെ ആക്രമണം നടത്തുന്നു എന്നതായിരുന്നു ആരോപണം. അതിൻ്റെ പേരിലാണ് ആക്രമണമുണ്ടായത്. ഈ ഇറാഖിൻ്റെ ഓയിൽ മന്ത്രിയുണ്ട്, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബാസിം മുഹമ്മദ്, അദ്ദേഹം പറഞ്ഞത് വളരെ താമസിയാതെ തന്നെ സൗദിയുമായി ചർച്ചകൾ നടത്തും. കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചിരുന്ന ചർച്ചയാണ്, പക്ഷേ ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് ഒഴിവായത്. ഈ ചർച്ചയ്ക്ക് പിന്നിലും മുസ്തഫയുടെ ഇടപെടലുകളുണ്ട്. ഇറാഖിനെ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടത്തിവിടുന്നതും ഹോർമൂസിൽ ഇറാഖിന് കൂടി വലിയ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടി, അവർക്ക് കൂടി അധികാരം ഉറപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് മുസ്തഫയാണെന്ന് സൂചനകൾ വരുന്നു. സൗദി ഇൻ്റലിജൻസ് മേധാവി ഖാലിദ് ഹുമൈദാനാണ് ഈ ചർച്ചയുടെ ഭാഗമായി ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സൈദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ക്ഷണിക്കുകയായിരുന്നു. ഏതായിരുന്നാലും വരും ദിവസം
ദിവസങ്ങളിൽ ഈ ചർച്ച നടക്കും. അതിനിടയിലാണ് ഇറാൻ മാധ്യമം ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മുസ്തഫ ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മുസ്തഫ ഖമനയി ജീവനോടെ ഉണ്ട് എന്ന വിവരം ആണ് ഇപ്പോൾ ഇറാൻ പുറത്തുവിടുന്നത്. അതേസമയം ഇസ്രയേൽ ആകട്ടെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് മരണശയ്യയിൽ തന്നെയാണ് ഖമനയി എന്നുള്ളതാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നായിരുന്നു ഖമനയി ഈ ചുമതല ഏറ്റെടുത്തത് പരമോന്നത നേതാവ് എന്ന നിലയിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.